കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഞായറാഴ്ച അറിയാം. AICC നിരീക്ഷകർ നിയുക്ത MLA-മാരുമായി KPCC ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള തീരുമാനം AICC അധ്യക്ഷന് വിട്ട് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പ്രമേയം പാസാക്കി. മാരത്തൺ ചർച്ചകൾക്കാണ് രാവിലെ മുതൽ KPCC ആസ്ഥാനമായി ഇന്ദിരാഭവൻ സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസിന്റെ 63 നിയുക്ത MLA-മാരും യോഗത്തിനെത്തി. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള തീരുമാനം AICC അധ്യക്ഷന് വിട്ട് പാർലമെന്ററി പാർട്ടി യോഗം പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസ്സായി. അത് AICCക്ക് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ട് നേതൃത്വത്തിന് കൈമാറുമെന്നും AICC അധ്യക്ഷൻ തീരുമാനമെടുക്കുമെന്നും നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ്മാക്കനും. Then the leadership wanted us to discuss one-on-one with all the MLAs, which we have discussed. We will submit our report and then decision will be taken soon. നിയുക്ത MLA-മാരെ നിരീക്ഷകർ വെവ്വേറെ കണ്ടു. നിരീക്ഷകരെ കണ്ട MLA-മാരുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകും. കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് അധികാരത്തിലേറും. ഞായറാഴ്ച മുഖ്യമന്ത്രി ആരെന്നത് AICC നേതൃത്വം പ്രഖ്യാപിക്കും. ഇതിന് മുന്നോടിയായി മുഖ്യമന്ത്രി പദം ലക്ഷ്യമിടുന്ന KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ AICC നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഡൽഹിക്ക് പോകും. ഈ മാസം 15-ന് ശേഷമാകും സത്യപ്രതിജ്ഞ. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം കോൺഗ്രസ് അധ്യക്ഷന് വിട്ട് നിയമസഭാ കക്ഷിയോഗം സമാപിച്ചു. ഇനി ഡൽഹിയിൽ നിന്ന് തീരുമാനത്തിന് കാത്ത രാഷ്ട്രീയ കേരളം. KPCC ആസ്ഥാനത്ത് നിന്നും അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.